പലിശ നിരക്കൊന്നും കാണാനില്ലല്ലോ. 2% അധിക പലിശ. എല്ലാ നിക്ഷേപങ്ങൾക്കും ജൂൺ 20 വരെ 26%, 28%, 30%, 32%. അല്ല, ഇതാരും മീരമോളാ. ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാമോ? വീഡിയോ ക്യാമറ ഫോട്ടോ എടുക്കുന്ന? അതെ. ഇതിനെന്നാ വില വരും? 25,000 രൂപ വരും. ഓ, ഫോട്ടോ എടുക്കുന്ന കിഡ്ലോക്കിന്റെ വിലയെ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാലേ 32% പലിശ കിട്ടും. ഇത് കണ്ട. ആന്റി എവിടെ അങ്കിൾ? ആന്റി, ഹായ് ആന്റി. ആ, മീരയോ? മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്ന് പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. ആ, മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. കാര്യമൊക്കെ നല്ലതാ. പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? ആ, സ്ത്രീധനം 2 ലക്ഷം രൂപയെ. പ്രിയ, പ്രിയ. ഞാനിവിടെ നിന്ന് മരത്തേന്ന് കുലുക്കിയെടുക്കാനെന്നാ വരുന്നവന്റെ ഒക്കെ വിചാരം. രാപകല് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ ചോര കുത്തേണ്ടി വരും. ഓവേ, ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടന് തഴഞ്ഞോ? നിനക്ക് തമാശയാ. എനിക്ക് ഡോക്ടറെയും വേണ്ട, ആരെയും വേണ്ട. ആരെയും? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് എന്നെ വലിയ കമ്പമാ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. ആ കാര്യം ഞാൻ ഏറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആ, പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കേറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്ന ആണെന്നല്ലേ എന്റെ ചേട്ടനെന്ന് നിനക്കറിയാമല്ലോ. ആ, പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോർഡ് പോസിറ്റീവ് വീഴുന്നത്. എന്താ അങ്കിൾ? മോളിങ് വന്നേ. ഞാനോ? ആ, എന്തിനാടി? അങ്കിൾ എന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുവോ? എന്താ അങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2 ലക്ഷം കൊടു, 3 ലക്ഷം കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാനൊരു 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതതാണോ 2 ലക്ഷം രൂപയായി? ആ, പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ളെ അറിയാൻ ഇടവരരുത്. ആ, മോള് വയ്ക്കൂ. വല്ല ആമ്പിള്ളേരുമായിരുന്ന ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇങ്ങോട്ട് ഒഴിയാനെ. പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറിയപ്പോ പ്രത്യേകം ഞാൻ പറഞ്ഞ പെങ്കൊച്ചിനെ കൊണ്ട് വരരുതെന്ന്. അന്ന് അവളത് കേട്ടില്ല. ഇപ്പൊ പറയുന്നു ലക്ഷം കൊടു, ലക്ഷം കൊടു, കൊടുക്കും. ഓവേ, ചേട്ടന്റെ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ പഴഞ്ചനാ. ഞാൻ പുതിയ സ്റ്റൈൽ ചെയ്തു തരാം. നിന്റെ പൂന സ്റ്റൈലായിരിക്കും. ആ ചീപ്പി തന്നെ നേരെ ഇരിക്കെ. വേണം, നീ എന്നെ മുടിയൊക്കെ ചീത്തയാക്കും. ചേട്ടനൊന്ന് അടങ്ങിയിരിക്കേ. വേണ്ടേ? എങ്ങനെ ജീവിട്ട് ശരിയാവുന്നില്ല.
ഇരിക്കൂ കാണിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വാലിന്റെ കുറവേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ദേ കണ്ടോ ഒരു നരച്ചമുടി. ആ ബുദ്ധിയുള്ളവന്റെ മുടിയൊക്കെ നരയ്ക്കും. അല്ല നിന്നെ പോലെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. തലമുടി ചീ തരാനും നരച്ചമുടി ഡൈ തരാനും ഒരു പെണ്ണിനെ കെട്ടിയാ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ? അതല്ലേ നമുക്ക് ലാഭം. അങ്ങനൊന്നും ലാഭിക്കണ്ട. ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. ചേട്ടൻ എന്താ ആരാന്ന് ചോദിക്കാത്തെ? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയാവുന്നു. ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങളുടെ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ? കിടന്നോ. ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ? എനിക്ക് കിടക്കണ്ടേ? കുറച്ചങ്ങോട്ട് നീ കിടക്ക്. മതിയോ? എന്താ മീര ഇത്? ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മര്യാദ കിടന്നാലേ ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ. നിന്നെ കാണാതായപ്പോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങായിരുന്നു. അതെങ്ങനെയാ? കാറും എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛന്റെ സ്ഥിരം പല്ലവി തുടങ്ങും. പെട്രോളിന്റെ കണക്ക് കുറച്ചിട്ട്. എടോ താനിങ്ങി വന്നേ. താമ്പ ഒരു ഐടെക്സ് വാങ്ങിച്ചിട്ടാ. ഐടെക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? കൺമഷി. ദേ ഒരിടത്തും വാങ്ങിച്ചോ. നമ്മുടെ ജീപ്പ് എടുത്തോണ്ട് വെക്കോ. വേഗം വരണേട്ടാ. നീ വാ. നിനക്ക് യാതൊരു മാനസും ഇല്ല. എന്താടി? ഡ്രൈവർ ആണെങ്കിൽ എടാ പോടാന്നൊക്കെ വിളിക്കാൻ കൊള്ളാവോ? ഇവരോടൊക്കെ ഇങ്ങനെ വേണം പെരുമാറാൻ. ഇല്ലേ തലേ കയറും. ഒരു സ്വഭാവം. നാളെ ഞാനും ചേട്ടനും കൂടി ഷിക്കാറിന് ഒരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. കൂടെ നീയും വരണം. രാത്രിയിലോ? രാത്രിയിലല്ലേ, പകല്. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല, നിങ്ങൾ പോയാ മതി. നിനക്ക് ചേട്ടനോട് പ്രേമമുണ്ട് എന്നാ ചേട്ടൻ മുമ്പിലോട്ട് വരികയില്ല. ദേ പെണ്ണെ, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടേച്ചാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ബ്രോക്കർ ജോലിക്ക് എനിക്ക് 10% കമ്മീഷൻ തരണം. ഒന്ന് പോടി വന്നു. സാർ, ഐറ്റംസ് കൊണ്ടുവരട്ടെ? ചിക്കൻ അല്ല മസ്ക. ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാട്ട് ഐറ്റംസോ ഡക്ക് ഐറ്റംസോ? വേണ്ട, സ്റ്റീരിയോയും വേണ്ട. താനൊന്ന് പോയട്ടെ. ഡ്രൈവറോടൊന്ന് വരാൻ പറ. ദേവിയേ,
നിന്നെ സാറ് വിളിക്കുന്നു. എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്നുറങ്ങും. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ? അതെ. ആ, രാവിലെ ആരാണ് ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇൻകം ടാക്സിന്റെ കാര്യത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. അല്ല, കുറെ നേരമായില്ലേ തുടങ്ങിയിട്ട്? നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഇറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാം, നീ പോയിക്കോ. ദേ, ഈ ഡേറ്റ് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം അടിച്ച് ഫിറ്റ് ആയിട്ട് കയറി വരും. ആഴ്ചന്റെ സിൽവർ ആളുകളെയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ? കേക്കണ്ടേ? അല്ലടേ? പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയാ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ. നല്ല കുട്ടിയാണല്ലോടാ. എന്നാ നിനക്ക് നോട്ടുണ്ടോ? നീ ചുമ്മാ ഒന്ന് പോടെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടർ ആണെന്നറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ്. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പഴേ സാർ എന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺ ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ? ആ, നീ വീട്ടിൽ തുടങ്ങിക്കോ. രാവിലെ പോകണല്ലേ? ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ, ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. ഇനി കോക്ടെയിൽ ഐറ്റംസ്. ഒന്ന് എടുത്തോണ്ട് പോടോ. ഉം. ഒരു കോക്ടെയിൽ. ഞാൻ പോട്ടെ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി ചേട്ടാ.